രാഷ്ട്രീയത്തിലെ ശൈലിമാറ്റവും നേതൃമാറ്റവും ഒക്കെ ആവർത്തിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്. 82-87 കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ ഭരണകാലത്ത് പ്രതിച്ഛായ ചർച്ചയായിരുന്നു വിഷയം. 91-96 കാലത്ത് ശൈലിമാറ്റം ഒടുവിൽ നേതൃമാറ്റത്തിലുമെത്തി. തനിക്ക് ഒരു ശൈലിയേ ഉള്ളൂ എന്നായിരുന്നു കെ കരുണാകരൻ്റെ അന്നത്തെ പ്രസിദ്ധമായ മറുപടി. ഇപ്പോൾ പിണറായി ശൈലിയെക്കുറിച്ച് വിമർശനമുയരുമ്പോൾ എന്തു ശൈലിയാണ് മാറ്റേണ്ടത് എന്ന് ചോദിക്കുന്നത് മുഖ്യമന്ത്രിയല്ല, പാർട്ടി സെക്രട്ടറിയാണ്. ചില ശൈലികൾ മാറ്റേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താ ശൈലി മാറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചാണ്. ഫോർ എക്സാമ്പിൾ, എന്താണ് നടക്കുന്നത്? ഒരാൾ ഇതിൻ്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ? രക്ഷാപ്രവർത്തനം പിണറായി തന്നെ പറഞ്ഞല്ലോ, വണ്ടീൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുമ്പോൾ വണ്ടീൻ്റെ മുമ്പിലേക്ക് ചാടുന്നവരെ മാറ്റുക എന്നുള്ളതാണല്ലോ രക്ഷാപ്രവർത്തനം. ആ പ്രവർത്തനം ഞാൻ കണ്ടതെന്നാണ് പറഞ്ഞത്. അസംബ്ലി പറഞ്ഞത് തന്നെ, ഇപ്പൊ അവസാനം പറഞ്ഞത് തന്നെയാണ്. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്താ ശൈലി മാറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് കേടായതിൽ കേസെടുത്ത് പോലീസിന്റെ വിചിത്ര നടപടി. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനിടെ മൈക്ക് കേടാക്കിയെന്ന് എഫ്ഐആർ. ആരും കുട്ടികളാണ് മൈക്ക് ഇവിടെ നേരെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ മറ്റേ വിളിച്ച അത് നിങ്ങൾക്ക് അസോസിയേഷനില്ല കേട്ടോ. നേരെ മുഖത്ത് നോക്കിയിട്ടില്ലേ മറ്റേ പറഞ്ഞ് കൂടോത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനോടൊന്നും പ്രശ്നമില്ലാന്ന്. പൊതുസമൂഹം തന്നെയാണ് നിങ്ങളെല്ലാം കണ്ടത്, കങ്ങളെല്ലാം കൂടിയാണ് കാണിച്ചത്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേ അതെല്ലാം കാണിച്ചിരുന്നത്, അല്ലാണ്ട് ഓരോടെ കാണിച്ചതാ. ഫോർ എക്സാമ്പിൾ, അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. കമന്റ് വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചാൽ മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും PB മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളുണ്ട്, അതെല്ലാം തിരുത്തും. അതിലൊന്നും സംശയം വേണ്ട. ഞാൻ ജനങ്ങളുടെ ദാസനാണ്, എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്. മാറാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റം എന്നല്ലേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണ സഹിതം കാട്ടിയ ശൈലികളിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല എന്ന് നിയമസഭയിലെ മുഖ്യൻ്റെ മറുപടികളിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ ഈ ശൈലി എന്നൊക്കെ പറയുന്നത് ഒരു നാൾ കൊണ്ട് രൂപപ്പെടുന്നതല്ലല്ലോ എന്നോർത്ത് സമാധാനിക്കാം. വക്രദൃഷ്ടി അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.